എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയും പുതിയ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ വീഡിയോയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ആ വീട് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഗേറ്റ് ഉണ്ട് വാതിക്കൽ, അപ്പോൾ അത് കയറി മുന്നോട്ട് പോയി നമുക്ക് കാണാം വീടിനകത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത് മൊത്തം 6 സെൻറ്റ് സ്ഥലമാണ്. മൊത്തം അല്ല, അതൊരു വലിയൊരു പ്ലോട്ടായിരുന്നു. അവിടെ വീടും കടമുറിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അവർ പൊളിച്ചിട്ട് അവരത് വിറ്റു ആ സ്ഥലം. അപ്പം നമ്മളതിൽ 6 സെൻറ്റ് സ്ഥലം മേടിച്ചു. അപ്പം 3 കൂട്ടരായിട്ടാണ് മേടിച്ചത്. നമ്മൾ നടുക്കത്തെ ആ ഒരു പോർഷനാണ്. പിന്നെ തൊട്ടപ്പുറത്തുകാർ ഒരു 6-7 സെൻറ്റ് സ്ഥലമുണ്ട്. പിന്നെ അതിനപ്പുറത്തൊരു 3.5-4 സെൻറ്റ് സ്ഥലത്തോളം വേറൊരു കൂട്ടരെ മേടിച്ച്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് മേടിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ സൈഡും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. കല്ല് കെട്ടി കുറേ മണ്ണൊക്കെ ഇറക്കി പൊക്കിയതിന് ശേഷമാണ് അവർ തറയെല്ലാം ഇതൊക്കെ സെറ്റ് ചെയ്തതിനാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. അപ്പം മൊത്തം ഒരു 10 മാസത്തോളം എടുത്ത് വീട് പണി പൂർത്തിയാക്കാനായിട്ട്. അപ്പം നമ്മുടെ ബാങ്കിന് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത്രയും താമസിച്ചത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെയൊക്കെ ആകുമായിരുന്നു. അപ്പം കുറച്ച് സ്റ്റെപ്പൊക്കെ ചവിട്ടി വേണം നമ്മൾ അകത്തോട്ട് പോകാനായിട്ട്. അപ്പം ഇവിടെ ഒരു ജനലുണ്ട്, 2 പാളിയുടെ ജനൽ. അപ്പം അവിടെ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ കയറി വരുമ്പം അവിടെ നമ്മൾ ലൈറ്റൊക്കെ ഉള്ളൊരു ഫോട്ടോ കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്ന 2 ദിവസങ്ങളിലായിട്ടാണ്. അപ്പം ഒരു വാതിൽ, ഫ്രണ്ടിലത്തെ വാതിൽ, ആ വാതിൽ തുറന്ന് നമുക്ക് അകത്തോട്ട് കയറി നമ്മുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് അകത്തോട്ട് നമ്മൾ കയറുന്നത്. അപ്പം നമുക്കിതിനകത്ത് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം ഇവിടെ ഒരു സെറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയും ജനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 2 കസേരയൊക്കെ സൈഡിൽ ആരെങ്കിലും വരുമ്പോൾ ഇരിക്കാനായിട്ട്. പിന്നെ ഇത് സെറ്റി, ഇത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എടുത്താണ്. നമ്മൾ ഒരുപാട് ഫർണിച്ചറുകളും കാര്യങ്ങളൊന്നുമില്ല. എടുത്തതൊക്കെ ആലപ്പുഴ SS ഫർണിഷിംഗ് എന്നും പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെയാണ്. ഇവിടെ ഒരു 3 പാളിയുടെ ഒരു ജനലും പിന്നെ 2 പാളിയുടെ ഒരു ജനലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടീപ്പോയുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടാണ്. കസേര 2 വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ, നമ്മുടെ വീട്ടിലെല്ലാവരും ഫാമിലി ആയിട്ട് നിൽക്കുന്നതും പിന്നെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ TV ഉണ്ട്. ഈ TV നമ്മുടെ അനിയൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ നമുക്ക് പരവാസ്തുലിക്ക് ഇവിടുത്തെ ഒരു പാസ്റ്ററുണ്ട്, കാവാലത്തെ പാസ്റ്റർ തന്നതാണ്. പാസ്റ്ററിൻ്റെ പേര് പ്രദീപ് എന്നാണ്. പാസ്റ്റർ നമ്മുടെ ഒരു സ്നേഹിതനാണ്. നമ്മുടെ കാര്യത്തിലെല്ലാത്തിനും കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പാസ്റ്റർ തന്ന എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. നല്ലൊരു പൂവും ഈ ഒരു കായും ഇലയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ ഒരു ഇതാണേ പറയത്തുള്ളൂ. നമ്മൾ ഈ TVയുടെ സൈഡിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റായിരുന്നു ഇത്. അപ്പോൾ അത് ആ സൈഡിലോട്ട് വെച്ചാണ്. പിന്നെ ഇത് ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അത് ഞാനിപ്പം ഈ പകലിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത്രയും നമുക്കത് തോന്നാതെ. ഇതാണ് നമുക്ക് ഈ ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വീഡിയോ എടുത്തത് ഉച്ച സമയമാണ്. അപ്പം രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഇതൊക്കെ നമ്മളിതൊന്നും ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ ജസ്റ്റ് ആ ഒരു പരവാസരുടെ സമയത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അതൊക്കെ പോട്ടെ. അപ്പം നമുക്കിനി അകത്തോട്ട് പ്രവേശിക്കാം. ഹോള് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് സ്റ്റെയറുണ്ട്. ഈ ഒരു സൈഡിൽ വന്നിട്ട് സ്റ്റെയറിൻ്റെ അവിടെ കുറച്ച് സ്പേസും ഉണ്ട് കേട്ടോ. മുകളിലോട്ട് പോകുന്ന പാസേജാണ് അത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. അതും പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു മുറിയുണ്ട്. അവിടെ ഒരു ബാത്റൂമുണ്ട്. നമ്മൾ ഡൈനിങ് ഏരിയയിലും മുറിയുടെയും കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബാത്റൂം. അപ്പം ബാത്റൂം പ്രത്യേകിച്ച് ആ മുറിയായിട്ട് ചേർന്നിട്ടില്ല, ഒരു പുറത്തായിട്ട് മാത്രം. ഇവിടെ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ കൂടിയ ഒരു ടൈൽസൊക്കെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നല്ലൊരു ബാത്റൂമാണ്. ഗ്ലാസ് കാര്യങ്ങളും വാഷ് ബേസിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ബാത്റൂം. അവിടെ നിന്ന് കയറി പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആണ് ഈ മുറി. വലിയൊരു മുറിയാണ് കേട്ടോ. അപ്പം അവിടെയും ഉണ്ട് 2 അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ ഗ്ലാസിൻ്റെ ജനലും പിന്നെ ഒരു 3 പാളി ജനലുമുണ്ട്. അപ്പോൾ അത്രയും. പിന്നെ ഒരു അലമാരി. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ഫർണിച്ചർ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിനൊരു 10,000 രൂപയായിരുന്നു ആ അലമാരിയുടെ റേഞ്ച്. അപ്പോൾ ഈ ജനലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റാണ്. നമ്മൾ ഈ കണ്ടത്തിൻ്റെ ഒരു പ്രദേശം ആയതുകൊണ്ട് നല്ല കാറ്റാട്ടോ. അപ്പോൾ അതാണ് ആ മുറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഡൈനിങ് റൂമാണ്. ഒരുപാട് സ്പേസുള്ള നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയുള്ള ഒരു മുറിയാണ്. ഇവിടെ നമുക്കൊരു ഡൈനിങ് ടേബിളുണ്ട്. അതിനോട് ചേർന്ന് 6 കസേരയുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലുണ്ട്. നല്ല വെട്ടമാണ് തുറന്നിട്ടാൽ. ഭയങ്കര കാറ്റാണ്. ഇവിടുത്തെ കണ്ടത്തിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളും. ഇതാണ് വാഷ് ബേസൻ. അവിടെ ഒരു കബോർഡ് വർക്ക് കണക്ക് ചെറുതായിട്ട് താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ് കാര്യങ്ങളുണ്ട്. അവിടെ ഗ്ലാസ്സിന് മുകളിലായിട്ട് ഒരു ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 നമുക്കൊരു ഇത് കണക്ക്
കബോർഡ് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. അപ്പോൾ ആ ഡൈനിങ് റൂമിൻ്റെ ഇപ്പുറത്തൊരു മുറിയുണ്ട്. അപ്പോൾ താഴെ 2 മുറി, മുകളിലൊരു മുറി, അങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അടുത്ത മുറി. ഇത് നമ്മൾ തുറന്നിടുമ്പം ഇവിടാണ് ഏറ്റവും കൂടുതൽ വെട്ടമുള്ള മുറിയാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ ഇത് കണക്ക് മറ്റേ മുറി കണക്ക് തന്നെ ചെറിയ ഒരു ജനൽ പാളി, പിന്നെ 3 പാളികളുള്ള ജനലും. അപ്പം ഇവിടെ നമ്മൾ തുറന്നിടുമ്പോൾ നമുക്ക് ആ പുറത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. നല്ല കാറ്റാണ് ഈ മുറി. കണ്ടോ, ഞാനത് ആ മുറിയിലോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ ആ കാഴ്ച കാണാം. അതായത് കാറ്റൊക്കെ നല്ല രീതിയിലാണ് അവിടെ വീശുന്നത്. നമുക്ക് ഫാൻ ഇടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അവിടെ ഒരു അലമാരിയുണ്ട്, ബെഡുണ്ട്. ഈ മുറിയിൽ ബാത്റൂം കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ അവിടെ നല്ല വെട്ടവും വെളിച്ചവും. നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടുകാരൊക്കെ ഉണ്ട്, നല്ല ചേച്ചിമാരൊക്കെയാണ്. അപ്പോൾ അത് കണ്ടോ, നല്ല കാറ്റാണ് ഈ മുറിയിൽ. നല്ല നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിലും വന്ന് ജനൽ തുറന്നിട്ടാൽ മതി, നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു അലമാരി ഉണ്ട്. പിന്നെ ഇവിടെ ബാത്റൂമാണിത്. അപ്പം ബാത്റൂം കാണാം. ഇതും ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ടൈൽസിൻ്റെ ഒരു ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ സെലക്ട് ചെയ്യുമായിരുന്നു ടൈൽസൊക്കെ. അപ്പോൾ അവിടെയും ഉണ്ട് വാഷ് ബേസിനും കാര്യങ്ങളും ഗ്ലാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബാത്റൂമൊക്കെയാണ്. അപ്പം അതാണ് ഇത് നമ്മുടെ സെക്കൻഡ് ബാത്റൂം വരുന്നത്. അപ്പം പിന്നെ നമുക്ക് അടുത്തത് കാണാവുന്നത്, നമുക്ക് ഒരു മുറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് അടുക്കള. എല്ലായിടത്തും പ്രത്യേക ഡോറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള ഭാഗം. അപ്പം മുകളിലുണ്ട് സ്പേസൊക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള ബെർത്ത് കണക്ക്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ പാത്രമൊക്കെ അടുക്കി വെക്കാനുള്ള സംഭവങ്ങളും ഗ്ലാസ്. അവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടില്ല. ഇനിയും ഇപ്പോൾ ഇവിടെ നമുക്ക് പൈപ്പിൻ്റെ കാര്യം കാണിച്ചു തരാം. നല്ലൊരു വാഷ് ബേസിനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം നമുക്ക് പാത്രമൊക്കെ കഴുകുന്നത്. ഈ രണ്ടാമത് വന്ന് ഞാൻ വെള്ളം പിടിച്ചിരിക്കുന്നതുണ്ടോ, അത് നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആ പൈപ്പ് കണക്ഷനുമാണ് കേട്ടോ. അപ്പം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്തതാണ് കബോർഡ് വർക്ക്. അപ്പോൾ ഇവിടെ ആ ഒരു സ്പേസൊക്കെ കിട്ടിയുള്ളൂ. ഇതൊരു 2 കബോർഡും ആണ് ആ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുകളിൽ ബെർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം. പിന്നെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ അടുക്കളയിൽ വേണ്ടതുണ്ട്. അപ്പം ഇത് പെരവാസൂരും കല്യാണമൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒന്നും മേടിക്കാനുള്ള പറ്റിയില്ല. പിന്നെ താഴെ കുറച്ച് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട്. ഇപ്പോഴത്തെ ആ ഒരു മോഡലായിട്ട് കുറച്ചുകൂടെ ഇതായിട്ട് ലെവലിൽ വെച്ചിട്ടില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം താഴെ ഒരുമാതിരി പാത്രവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെയും ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയും ജനൽപ്പാളിയുണ്ട്, നല്ല വെട്ടമാണ്. ഈ ഫ്രിഡ്ജ് ഞാൻ മേടിച്ചു കൊടുത്താണ് കേട്ടോ, ചെറിയ ഫ്രിഡ്ജായിരുന്നു. അവർ 2 പേരേ ഉള്ളൂ, അതനുസരിച്ച് മേടിച്ച് ഏർപ്പാട് ചെയ്ത്. ചെറുത് മതിയെന്ന് അമ്മ പറഞ്ഞു, അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ അതുമൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഒരുപാട് വലിയ അടുക്കളയൊന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള അടുക്കള, ആവശ്യത്തിന് വലിപ്പമുള്ള. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ കണക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല വെട്ടമൊക്കെ ഉള്ളൊരു ഇതാണ്. അവിടെ നമുക്ക് തേങ്ങ ചിരണ്ടാനുള്ള കാര്യങ്ങളും താഴെ നമുക്ക് പൊത്താനും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടുത്തെ 2 ജനലുകളുണ്ട്. ഈ ഒരു ജനലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടോ, നമ്മളിത് തുറക്കുമ്പം ഇത് നമുക്ക് തുറക്കാം അവിടെ ഇങ്ങനെ. അപ്പം നമുക്ക് നല്ല കാറ്റും വെട്ടമൊക്കെ കണ്ടോ, നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ജനലൊക്കെ തുറക്കുമ്പം നല്ല കാറ്റ് പെട്ടെന്ന് ആ മുറിയിലോട്ട് കയറി വരുന്ന നമുക്ക് കാണാം കേട്ടോ, അനുഭവിച്ചറിയാം. പിന്നെ ഇത് ഇവിടെയുണ്ട് ജനൽ. അത് നമ്മൾ ഞാനിപ്പം വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അമ്മയും ഞാൻ ഒന്നിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് ജനലിൽ അടഞ്ഞു കിടക്കുന്നത് കേട്ടോ. ഞങ്ങൾ പുറത്തായിരുന്നു, ഞങ്ങളിവിടെ അല്ല താമസിക്കുന്നത്, ഞങ്ങളവിടെയാണ്. അപ്പോൾ അമ്മ പുറത്ത് പോയിരിക്കുമായിരുന്നു. അമ്മയായിട്ട് വന്നപ്പോഴത്തേക്കിനുമാണ് നമ്മളിത് തുറന്നത്. അപ്പം അമ്മയൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും ആരും കാണത്തില്ല, അപ്പോൾ അത് അവിടെ അടച്ചിട്ടേക്കും. അപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങി. പുറത്ത് ഇത് ഇത് പ്രത്യേകം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്, എക്സ്ട്രാ പണിക്കകത്ത് വരുന്നതാണ്. ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നമുക്കൊരു ഇരിപ്പിടം കണക്ക്, നമ്മൾ ഈ കണ്ടത്തിൻ്റെ ഒരു സ്പേസാണ് കണ്ടോ, ഈ കണ്ടം നമുക്ക് കൃഷിയൊക്കെ ഉള്ള കണ്ടമാണ്. അപ്പോൾ അവിടെ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം വൈകുന്നേരമൊക്കെ അവിടെ പോയി ഇരിക്കാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണിത് ഈ ഒരു ഏരിയ കണ്ടോ. അപ്പം ഇവിടെ അയയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാം. കുറച്ച് ചെടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം കണ്ടത്തിൽ നമുക്ക് ആ ഒരു പുളുങ്ങുന്ന തട്ടാശ്ശേരി റോഡാണ് കാണുന്നത്. നമുക്ക് ആ അക്കരെ ഭാഗം കാണുന്നത്. നമ്മൾ പുളുങ്ങുന്നതിൽ നിന്ന് തട്ടാശ്ശേരി എന്നൊരു സ്ഥലത്തോട്ട് പോകുന്ന റോഡും കാര്യങ്ങളും, അതുവഴിയാണ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടിയുടെ.
അപ്പം ഇതാണ് നമ്മുടെ പുറകിലത്തെ ഒരു കാഴ്ചകൾ. ഈ ഒരു സൈഡ് നമുക്ക് 2 സൈഡിൽ കൂടെ പോകാം. അപ്പുറത്തെ സൈഡ് നമ്മളെല്ലാം കെട്ടി എല്ലാം മറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു പുളിയുണ്ട്. ഇത് നമുക്ക് തുണി അലക്കാനുള്ള കല്ലൊക്കെ അവർ നമ്മൾ പറഞ്ഞിട്ട് ചെയ്തു തന്നാണ്. അവിടെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും സ്ഥലമുണ്ട്. നമ്മളെ ആ ഏരിയ കണ്ട് നമ്മളെല്ലാം കെട്ടി അടച്ചിട്ടുണ്ട്. മതിലൊന്നും കെട്ടാനുള്ള പൈസ നമുക്ക് അന്നപ്പോൾ ഒന്നും ആയില്ലായിരുന്നു. ഇനിയിപ്പം പയ്യെ അതെല്ലാം ചെയ്യണം. പിന്നെ ഒരു പുളിമരമൊക്കെ ഉണ്ട് അവിടെ. അത്രേ ഉള്ളൂ. വേറെ ഒരുപാട് മരവും കാര്യങ്ങളൊന്നും ഈ ഒരു സ്ഥലത്ത് വരുന്നില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ. ഒരു പുളിമരമുണ്ട്. പിന്നെ നമ്മൾ 2 തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. അവിടെ നമുക്ക് പുറത്ത് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു താഴ്വശത്തെ ഭാഗങ്ങൾ. ഇനി നമുക്ക് ഇവിടെ ഈ കയറി വരുന്ന ആ വാതിലിൻ്റെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് ഭയങ്കര നമുക്കൊരു ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ അത് അവിടെ കുറച്ച് നിൽക്കുന്നതായിട്ട് അതുണ്ട്. അവിടെ നമുക്കിത് ഈ ഒരു ഫോട്ടോ, ഇത് നമ്മുടെ ശാരദാദേവിയുടെ ഫോട്ടോയാണ്. അച്ഛൻ്റെ പ്രിയ സുഹൃത്തായ ചന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ കൊടുത്താണ്. ശിവഗിരി പോയിട്ട് വന്നിട്ട് കൊടുത്താണ്. പിന്നെ ഒരു വിളക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ഇതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ആ ഭാഗം. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കബോർഡിലൊക്കെ ചെയ്യാം. അതൊക്കെ പിന്നീട് ചെയ്യാം. നമുക്കിനി സ്റ്റെയർ കയറി മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ സ്റ്റെയർ അടുത്തു. നമ്മൾ സ്റ്റെയർ കൂടെ കയറുമ്പോൾ നല്ല വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റെയർ കയറി മുകളിലോട്ട് പോവുകയാണ്. എല്ലാം നല്ല വർക്കിലാണ്, നല്ല പണിയാണ്, നല്ല രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ കുറേ ലൈറ്റും ഒക്കെ ഉണ്ട്. ഞാനിത് ഇട്ട് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഈ ഒരു വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മൾ സ്റ്റെയറിലോട്ട് കയറുമ്പോൾ ആ ഗ്ലാസ്സിലുള്ള വർക്ക് കണ്ടോ, അതൊക്കെ ഇവിടെ എക്സ്ട്രാ വരുന്നതാണ് വർക്ക് കേട്ടോ. നല്ല ഒരു 4 കളറിൻ്റെ ഒരു രൂപത്തിലുള്ള ആ ഒരു ഗ്ലാസ് വർക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഉച്ച സമയമൊക്കെ ആയിട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര ഒരു വെട്ടം തോന്നും അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറുവാണ്. ഇതാണ് മുകൾ വശം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഏരിയയൊക്കെ ഉണ്ട്. കിടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മുറിയുണ്ട്. അപ്പം ആ ഒരു ഗ്ലാസ് വർക്ക് കണ്ടോ, അവിടെയും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. അപ്പം ഞാൻ ആ ഗ്ലാസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് നല്ല വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണത് കേട്ടോ, സ്റ്റെയറിൻ്റെ അവിടുത്തെ. സാധാരണ ചിലയിടത്തൊക്കെ നമ്മൾ ജനലാണ് വെക്കുന്നത്, പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത്, ഇപ്പം നമുക്കറിയത്തില്ല, ലൈറ്റൊക്കെ രാത്രി വന്നിടുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം ഇവിടെ മുകളിലോട്ട് കയറി വരുമ്പോൾ ഒരു ജനലുണ്ട്. അപ്പോൾ അത് തുറന്നാലും നല്ല കാറ്റാണ്. മുകളിലത്തെ ആ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ കാറ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് താഴത്തെ കാഴ്ചകളൊക്കെ കാണാം. തൊട്ടപ്പുറത്തെ പറമ്പാണ്. അവിടെ താമസിക്കാൻ ആരുമില്ല. അവർ വീടൊക്കെ പിന്നീടേ വെക്കത്തുള്ളൂ. അപ്പോൾ അവിടെ കുറേ ചെടിയും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ നമുക്കിവിടെ തുറന്ന് കാണാം. ഇത് നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് വാതിലുണ്ട്. അത് നമ്മൾ പുറത്തോട്ട് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. നമുക്കവിടെ മുകളിൽ തുണി കെട്ടാനുള്ള നമുക്ക് ഡ്രസ് വർക്കായിട്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയാണ്. മുകളിലത്തെ ആ ഒരു കാഴ്ച കണ്ടോ. നമുക്കിവിടെ ടാങ്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ റോഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു മുകളിൽ ഇപ്പം നല്ല ചൂടാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉച്ച സമയമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വെയിൽ ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പം നല്ല നമുക്ക് നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. നമുക്കിപ്പം ഈ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നല്ല ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ടാങ്കിലെ വെള്ളം നമ്മളിപ്പം ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇത് നമ്മൾ താഴത്തെ ആ ഷീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗമാണ്. അതാണ് കാണുന്നത്. നമ്മുടെ കണ്ടം ആണിത്. ഭയങ്കര കാറ്റും അതിനോടൊപ്പം തന്നെ നല്ല ചൂടുമാണ്. അപ്പോൾ ഇവരിവിടെ പണിത സമയത്തൊക്കെ എന്തോരം ചൂട് അനുഭവപ്പെട്ട് കാണും അവർക്ക്. ചൂടത്ത് നിന്നാണല്ലോ പണിതെന്ന് നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ട്. ഒരു പണി എത്രയൊക്കെ പെട്ടെന്ന് കിട്ടിയല്ലോ, നമുക്ക് അവർ പണിത് തന്നല്ലോ. അവരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ അവർ പണിത് തന്നു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അവരോടൊക്കെ. അതിൻ്റെ മുകളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ടാങ്കും ഉണ്ട്. പിന്നെ നമ്മൾ അല്ലാത്ത കണക്ഷൻ, ആറ്റിലെ വെള്ളത്തിൻ്റെ കണക്ഷൻ്റെ ടാങ്കും, അതാണ് 2 ടാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാത്രിയിലൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ മിന്തിൻ്റെ ശല്യമൊക്കെ ഉണ്ട് ചെറുതായിട്ട്, ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതൊക്കെ പിന്നീട് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഈ ഒരു ഭാഗമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
വലിയതായിട്ടുള്ള വീഡിയോ എടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമായിരിക്കും, ക്ഷമിച്ചേക്കണം. അപ്പം ഒരു മുറിയുണ്ട് മുകളിൽ, അതാണ് കാണിച്ചു തരാം. അപ്പം എല്ലാ മുറിയിലും ഇങ്ങനെ കീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫർണിച്ചറായിട്ടൊന്നും ഇട്ടിട്ടില്ല, കട്ടിൽ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇതിങ്ങനെ ശൂന്യമായിട്ട് കിടക്കുവാണ്. അവിടെ ഇത് കണക്ക് നല്ല വെട്ടവും വെളിച്ചവും ഉള്ളൊരു റൂം തന്നെയാണ്. ഇതാണ് ആ മുറി. അവിടെയും നമുക്ക് ജനലുകളുണ്ട്. 3 പാളിയുടെ ജനലും പിന്നെ ഒരു പാളിയുടെ ജനലുമാണ് ഉള്ളത്. അപ്പം നല്ല വെട്ടമൊക്കെയാണ്. നമ്മളത് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെട്ടം ഇതൊക്കെ കിട്ടാനായിട്ട്. നല്ല ഒരു സ്മെല്ല് കാണും. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കൂടിയില്ലല്ലോ മുറിയിൽ. അപ്പം നമ്മൾ രാത്രി മാത്രമേ അത് ജനലൊക്കെ അടയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജനലൊക്കെ തുറന്നേ ഇട്ടേക്കുന്നത്. നമ്മൾ തൊട്ടപ്പുറത്തെ വീടാണ് കാണുന്നത്. അപ്പോൾ അത് ആ വഴിയും കാര്യങ്ങളൊക്കെയാണ്. ആ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ SNDP. ഞങ്ങളുടെ SNDP 5-ാം നമ്പറാണ്. അപ്പം ഇനി ഈ വാതിൽ നമ്മൾ പുറത്തോട്ടുള്ളൊരു ഭാഗം കാണിച്ചു തരാമേ. പുറത്ത് നമുക്ക് ആ വ്യൂ ഒക്കെ കാണാം. പുറത്തോട്ടുള്ള കണ്ടോ, നമ്മുടെ റോഡാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നമ്മൾ കസേരയും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല. കസേരയൊക്കെ ഇട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ആ സ്ഥലമാണ് വീടിനോട് ചേർന്ന്. ഇപ്പോൾ അധികം ആളൊന്നുമില്ല, പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ആളുകളൊക്കെ വരും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അടുത്തടുത്ത് കേട്ടോ. ഇത് മുകളിൽ ഇത് വർക്ക് ചെയ്താണ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിജയ് ചേട്ടൻ എന്ന് പറഞ്ഞ്. വിജയ് ചേട്ടൻ വർക്ക് ചെയ്താണ്. മുകളിലും ഉണ്ട് താഴെയുണ്ട്. ഈ ഗേറ്റുമൊക്കെ വിജയ് ചേട്ടൻ ചെയ്തതെന്നാണ് കേട്ടോ. ഈ താഴത്തെ ആ ഒരു ഭാഗമാണ് നമുക്ക് വെയിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു കലുങ്കുപാലമൊക്കെ ഉണ്ട്, തോടുണ്ട്. തോട്ടിലെ വെള്ളം കൊള്ളത്തില്ല. നമ്മുടെ കുട്ടനാട്ടുകാർക്ക് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട്. ഈ വെള്ളം നമ്മൾ ഈ ഉണക്കൽ സമയത്തൊക്കെ ഭയങ്കര ഇതായത് ചൂട് സമയത്തൊക്കെ ഭയങ്കര മോശം വെള്ളമൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്, അതിനപ്പുറത്താണ് നമ്മുടെ SNDP ഒക്കെ ഉള്ളത്. പിന്നെ വേറൊരു സ്പേസ് ഇവിടെയൊക്കെ കുറച്ചുകൂടെ വർക്കൊക്കെ ഉണ്ട്. നമുക്ക് കസേരയും ടേബിളും ഒക്കെ ഇട്ട് വൈകിട്ട് കാപ്പി കുടിക്കാനൊക്കെ ഇരിക്കാവുന്നൊരു സ്പേസാണത്. പുറത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന അച്ചാച്ചനും അമ്മയേ ഉള്ളൂ. അവരങ്ങനെ മുകളിലോട്ടൊന്നും അധികം കയറത്തില്ല. പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴാണ് മുകളിലോട്ടൊക്കെ കയറി പോകുന്നത്, അല്ലെങ്കിൽ അത് മൊത്തം പൂട്ടി കിടക്കത്തേ ഉള്ളൂ. അപ്പം ഇത്രയുമാണ് മുകളിലത്തെ ആ ഒരു സ്പേസ്. കണ്ടോ, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യൂ ആണ്. തൊട്ടടുത്ത് വീട് ഇപ്പോൾ നമ്മൾ ഓട്ടോയൊക്കെ വരുന്ന റോഡാണ്. നമ്മൾ പുളുങ്ങുന്ന് പഞ്ചായത്തിലോട്ടൊക്കെ പോകുന്നത് ഈ റൂട്ടിലാണ്. നമ്മൾ നേരത്തെ നമ്മുടെ പുളുങ്ങുന്ന് തട്ടാശ്ശേരി റോഡിൽ വെള്ളം കയറുമ്പോഴത്തേക്കിനും ഈ ഒരു റോഡ് നല്ല ഗുണമില്ലെങ്കിലും വെള്ളം പെട്ടെന്ന് കയറത്തില്ല. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്. അങ്ങനെ പോയാണ് ഈ റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുവാണ്. അപ്പം അതാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പം ഇതാണ് മുകളിലത്തെ. അപ്പം താഴെ 2 മുറി, മുകളിൽ 1 മുറി. മുകളിൽ കുറച്ചുകൂടെ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് ഇരിക്കാനുള്ള കുറേ സ്പേസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. അതൊക്കെ പിന്നീട് ചെയ്യണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫർണിച്ചറുകളും കാര്യങ്ങളുമൊക്കെ മേടിക്കേണ്ടതുണ്ട്. പിന്നെ ആ മുറിയിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചൊക്കെ ഇട്ടേക്കാം. അപ്പം ഞാനതെല്ലാം അടച്ചു. ഇനി ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ഇതിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ബാത്റൂമിൻ്റെ എല്ലാം കഥകൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. എല്ലാം നമ്മളോട് പറഞ്ഞിട്ടാണ് അവരെല്ലാം ചെയ്തു തന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു ഇലയുടെ ഡിസൈൻ വരുന്ന ഒരു ടൈൽസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ടൈൽസും നല്ലതായിരുന്നു. അപ്പം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തതല്ല, അനിയത്തിയാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത് ഓരോന്നും. താഴെ എല്ലാം ഒരു ബ്ലാക്കല്ല, അല്ലാത്തൊരു കളർ കൂടിയതാണ് താഴെ എല്ലാം വന്നിരിക്കുന്നത്. ഇവിടെയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം ഒന്നും യൂസ് ചെയ്യുന്ന പോലുമില്ല, അത് അങ്ങനെ കിടക്കുന്നു. ഇനിയിപ്പം പിന്നീട് അനിയത്തിയൊക്കെ വരുമ്പോഴത്തേക്കിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോടകം ഫർണിച്ചറൊക്കെ മേടിക്കണം. അപ്പോൾ ഇതാണ് മുകളിലത്തെ റൂമും കാര്യങ്ങളും ബാത്റൂമും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പം പുറത്ത് കസേരയൊക്കെ കൊണ്ട് ഞാനിപ്പോൾ ഇട്ടതാണ്. അപ്പം അമ്മയാണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മൊത്തം 29 ലക്ഷത്തിൻ്റെ വീടായിരുന്നു. അതിൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് അതാണ് ഉദ്ദേശിച്ചത്. അമ്മയ്ക്കും അച്ഛൻ്റെയൊക്കെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു നല്ലൊരു വീട്ടിൽ താമസിക്കണമെന്നുള്ളത്. അത് അവർ സാക്ഷാത്കരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.